എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. പനി കാരണം ഒന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാട്ടോ. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഭൂരിഭാഗം പെൺകുട്ടികളുടെയും ക്രഷായിരുന്നു വിശാൽ. 47കാരനായ താരം തമിഴ് സിനിമയിൽ ഇനിയും വിവാഹം കഴിക്കാത്ത നടന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളയാളാണ്. സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ചെല്ലമേ സിനിമയിലൂടെ നായകനായി, പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ മുൻനിര നായകനായി, നിർമ്മാതാവായി, തമിഴ് സിനിമയിലെ പല സംഘടനകളുടെയും തലപ്പത്തുമെത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോയിൽ വളരെ അവശനായ വിശാലിനെയാണ് ആരാധകർ കണ്ടത്. ആരാധകർക്ക് മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവർക്കെല്ലാം അതൊരു ഷോക്കായിരുന്നു. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസിനൊരുങ്ങുന്ന മദഗജ രാജയുടെ പ്രീ റിലീസ് പരിപാടിയിലാണ് അവശനായ വിശാൽ എത്തിയത്. ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത്. മാത്രമല്ല, സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുകയും നാക്കുകുഴയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുഖത്ത് നീരും വെച്ചിരുന്നു. കാഴ്ചയ്ക്കായി കണ്ണടയും താരം ഉപയോഗിച്ചിരുന്നു. വിശാലിന് എന്ത് പറ്റിയെന്നാണ് വീഡിയോ വൈറലായതോടെ എല്ലാവരും തിരക്കുന്നത്. കടുത്ത മൈഗ്രെയിനും പനിയുമാണ് നടൻ അവശതയ്ക്ക് പിന്നിലെന്നാണ് അണിയറ പ്രവർത്തകരും നടന്റെ അടുത്ത വൃത്തങ്ങളും അറിയിച്ചത്. എന്നാൽ പനിക്കും അപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന് പറയുകയാണ് സിനിമാ നിരൂപകനും മാധ്യമ പ്രവർത്തകനുമായ JR ബാൽ. തമിഴ് സിനിമയിൽ ഏറ്റവും മാന്യ ലുക്കുള്ള നടനായിരുന്നു വിശാൽ. ഇവൻ സിനിമയിൽ അഭിനയിച്ച ശേഷം ചെറിയ രീതിയിൽ ഫീമെയിൽ ടച്ച് നടന്റെ പെരുമാറ്റത്തിൽ വന്നിരുന്നു. വിശാലിന്റെ പുതിയ വീഡിയോ വൈറലായ ശേഷം ബോഡി ഫിറ്റായിരിക്കാൻ പരിധി വിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചതാകും കാരണമെന്നൊക്കെയാണ് പ്രചരിക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ വിശാലിനെ ഞാൻ കണ്ടപ്പോൾ സംസാരിക്കുന്നതിനിടെ സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാനത് പുറത്തു പറഞ്ഞിരുന്നില്ല. കടങ്ങൾ, പ്രണയപരാജയം, സുഹൃത്തുക്കളുടെ ചതി, സിനിമകളുടെ പരാജയം, ഇതൊക്കെ അലട്ടുന്നുണ്ടാകും. നടനാണെങ്കിലും മനുഷ്യനല്ലേ. പൊതുപ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിക്കുന്ന ആളാണ് വിശാൽ. വിശാലിന് ഈ അവസ്ഥയെ കണ്ടപ്പോൾ എനിക്ക് ഷോക്കായി. പനിയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഉയർന്ന പനിയുള്ള ഒരാൾക്ക് ഇത്തരമൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരാൻ കഴിയില്ല. മാത്രമല്ല, പനിയുള്ളവരെ ഇത്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഡോക്ടർമാർ അനുവദിക്കില്ല. ഇതൊക്കെ വെറുതെ ഒരു കാരണം പോലെ പറയുന്നതാണ്. മറ്റെന്തോ പ്രശ്നമുണ്ട്. ഹൈ പവർ കണ്ണട ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴും സങ്കടം തോന്നി. അവനവൻ സിനിമയിൽ കോങ്കണ്ണുള്ള കഥാപാത്രമായി വിശാൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം വിശാലിന് കാഴ്ച നഷ്ടപ്പെട്ടു. ഡബ്ബിങ്ങിന് വന്നപ്പോൾ തനിയെ വിശാലിന് കോങ്കണ്ണ് വരുമായിരുന്നു. ഭാര്യയും കുഞ്ഞുമൊക്കെയായി ഒരു കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ വിശാലിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ആരോഗ്യവനായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നെന്നാണ് JR ബാൽ പറഞ്ഞത്. നിർമ്മാതാവ് GK റെഡ്ഡിയുടെ ഇളയ മകനാണ് വിശാൽ കൃഷ്ണ റെഡ്ഡി എന്ന വിശാൽ ഫിലിം ഫാക്ടറി എന്ന ബാനറിന് കീഴിലാണ് വിശാൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. 2013 പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിരുന്ന സിനിമയാണ് മദഗജ രാജ. ഇതിൽ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന് ഈ ഫീമെയിൽ ടച്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ കോങ്കണ്ണിങ്ങനെ വെച്ച് ഇങ്ങനെ കണ്ണിങ്ങനെ കോങ്കണ്ണാക്കി വെച്ചിട്ട് അദ്ദേഹത്തിന് ഭയങ്കര തലവേദനയും അങ്ങനെ കണ്ണിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. തലകറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് വരാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നിട്ട് തിരിച്ചൊക്കെ പോയിട്ടുണ്ട്. ഹോട്ടൽ റൂമിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. ഇതുപോലെ തലവേദന കാരണം അങ്ങനെ നിരന്തരം ഈ കണ്ണിങ്ങനെ കയറ്റി വെച്ച് അഭിനയിച്ചിട്ട് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. അത് പെണ്ണുങ്ങളായിട്ട് അഭിനയിക്കുന്നവർക്കെല്ലാം ഫീമെയിൽ ടച്ച് അതൊന്നും ശരിയല്ല. പിന്നെ ഇദ്ദേഹത്തെ പോലെ ഇത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആവുമെന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് വിശാൽ വിശാലിന് കീർത്തി സുരേഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കീർത്തി സുരേഷിൻ്റെ അച്ഛനോട് കല്യാണം ആലോചിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അറിയാലോ, കീർത്തി സുരേഷ് പ്രണയം മറച്ചു വെച്ച് നടന്ന ആളാണ്. കീർത്തി സുരേഷിന് അത് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.